ദൈവവചനങ്ങളുടെ ലിഖിത രൂപമാണ് മനുഷ്യരിലേക്ക് അവതരിച്ച ഖുർആൻ. വിശുദ്ധ രൂപത്തിലും വലിപ്പത്തിലുമുള്ള നിരവധി ഖുർആനുകൾ ഇപ്പോൾ ലഭ്യമാണ്. വലിപ്പം കൊണ്ടും രൂപമാതൃകയുടെ സവിശേഷത കൊണ്ടും വാർത്തയിൽ ഇടം പിടിച്ച ഒരു ഖുർആനുണ്ട് കായംകുളത്ത്. ഖുർആൻ സൂക്തങ്ങൾ മുഴുവൻ ഒറ്റ വരിയിൽ കുറിച്ചത് 4 സഹോദരങ്ങൾ ചേർന്നാണ്. പൂർണ്ണമായും കൈയെഴുത്തിലാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത്. 3 കിലോമീറ്ററിലധികമാണ് ഈ ഖുർആന്റെ വലിപ്പം. ലോക്ക്ഡൗൺ കാലത്താണ് സഹോദരങ്ങളായ ഖാദർ ഷാ മൗലവി, ഷാഫി മൗലവി, ഹൈദ്രു ഷാ, ഷഫീഖ് എന്നിവർ ഈ ഖുർആനിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. 1989 മുതൽ ഷാ ടൈലേഴ്സ് എന്ന പേരിൽ തയ്യൽ കട നടത്തുന്ന നൌഷാദിന്റെ ദീർഘനാളായുള്ള ആഗ്രഹമാണ് മക്കൾ സാക്ഷാത്കരിച്ചത്. 1.5 ഇഞ്ച് വീതിയുള്ള ഷർട്ട് കോളർ ക്യാൻവാസിൽ പെർമനന്റ് മാർക്കർ ഉപയോഗിച്ചാണ് ജൂൺ 8 മുതൽ ജൂലൈ 26 വരെയുള്ള കാലയളവിൽ 111 മണിക്കൂർ എടുത്ത് 3.1 കിലോമീറ്റർ വരുന്ന ഖുർആൻ കൈയെഴുത്തു പ്രതി പൂർത്തിയാക്കിയത്. 2002 54 രാജ്യങ്ങളുടെ പതാക ആലേഖനം ചെയ്ത 10 അടി നീളമുള്ള ഷർട്ട് നിർമ്മിച്ചും രാജ്യം സ്വാതന്ത്ര്യം നേടി 20,454 ദിവസം പൂർത്തിയാക്കിയപ്പോൾ അത്രയും ബട്ടൺസ് ഉപയോഗിച്ച് ദേശീയ പതാക നിർമ്മിച്ചും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങിയ ആളാണ് ഇവരുടെ പിതാവ് നൌഷാദ്. പ്രമുഖ ഖുർആൻ ഗവേഷകനും ഭാഷാ പണ്ഡിതനുമായ ആസാംകാരനായ മുഹമ്മദ് ഇക്ബാൽ ആ വിസ്മയ ലോകത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. രണ്ടാമത്തെ പേര് എന്താണ്? എൻ്റെ പേര് ഖാദർ ഷാ. മുഹമ്മദ് ഷാഫി. ഈ സ്ഥലത്തേക്ക് പേര്? ഇവിടെ കായംകുളം തീർത്ഥമ്പൊഴി ചാലുമൂട് എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര്. ഇത് ഖുർആൻ അൽഹംദുലില്ലാ നിങ്ങൾ വളരെ നീളമുള്ള ഒരു ഖുർആൻ. എത്ര കിലോമീറ്റർ ഉണ്ട്? 3 കിലോമീറ്റർ. 3.1 കിലോമീറ്റർ. 3.2 കിലോമീറ്റർ. ഇത് തുടക്കാൻ എഴുതാനുള്ള കാരണം എങ്ങനെ ഒന്ന് വിശദമായിട്ട് പറയാം? ഞങ്ങളുടെ വാപ്പയുടെ പേര് നൌഷാദ് എന്നാണ്. അപ്പോൾ വാപ്പാണ് ചെറുപ്പം മുതലേ തയ്യലാണ്. 7ാം ക്ലാസ് മുതലേ തയ്യൽ തുടങ്ങി. അങ്ങനെ തയ്യലിൻ്റെ ഫീൽഡിൽ വാപ്പ കുറേ റെക്കോർഡ് സൃഷ്ടിച്ച് 2002, 2003 ആ കാലയളവിൽ. അപ്പം APJ അബ്ദുൽ കലാമിൻ്റെ നിന്ന് നേരിട്ട് അവാർഡൊക്കെ വാങ്ങിച്ചാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഷർട്ട് തയ്ച്ചായിരുന്നു. തുണികളുമുണ്ട്, വ്യത്യസ്ത നിറങ്ങളിലുള്ള തുണികൾ വെച്ചിട്ട് 54 രാഷ്ട്രങ്ങളുടെ പതാക അത് തുന്നി തയ്ച്ചിട്ട് 10 അടി വലിപ്പം 10 അടി വീതിയുള്ള ഒരു ഷർട്ട് നിർമ്മിച്ച് അത് കണ്ടിട്ട് APJ അബ്ദുൽ കലാം എറണാകുളത്ത് വന്നപ്പം വാപ്പായെ വിളിച്ചിട്ട് വാപ്പായ്ക്ക് അവാർഡും അനുമോദനമൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ 20,454 ബട്ടൺസുകൾ കൊണ്ട് ദേശീയ പതാക, ഇന്ത്യയുടെ ദേശീയ പതാക നിർമ്മിച്ച് കൈകൊണ്ട് തന്നെ സ്വന്തം. അങ്ങനെ കുറേ റെക്കോർഡുകൾ സൃഷ്ടിച്ച് എല്ലാം തുണി കൊണ്ട് തന്നെ തയ്യലിൻ്റെ മേഖലയിൽ വാപ്പ മാത്രം ഒറ്റയ്ക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ 2008 കൂടി ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് മദ്രസയിലേക്ക് അയച്ചു പഠിക്കാൻ. സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് മദ്രസയിൽ നിന്ന് ഇപ്പോൾ 10-12 വർഷത്തോളം മദ്രസയുടെ ഫീൽഡിൽ തന്നെയാണ്. അപ്പം ഞങ്ങളുടെ ഫീൽഡിൽ എന്തെങ്കിലും റെക്കോർഡ് സൃഷ്ടിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കഴിവ് കൊണ്ടുവരണമെന്ന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഖുർആൻ എഴുതാമെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ എഴുതും എന്നുള്ളൊരു ആലോചന വന്നപ്പം പേപ്പർ കുറേ നോക്കി. അപ്പം അങ്ങനെ ഉണ്ട്, പേപ്പറിൽ വേണ്ട, തുണിയിൽ എഴുതാനാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയപ്പം കോളർ ക്യാൻവാസ് എന്ന് പറയും, ജുബ്ബ കോളറിന് ഉപയോഗിക്കുന്നൊരു സാധനം, അതിനകത്ത് പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഈ വർഷം ജൂൺ 8 തുടങ്ങി ജൂലൈ 26 വരെ 1.5 മാസത്തോളം ഇത് എഴുതാൻ വേണ്ടി സമയമെടുത്തു. ഞങ്ങൾ എഴുതിയത് ഞാനും എനിക്ക് ശേഷമുള്ള ഒരു അനിയനുമാണ് എഴുതിയത്. പേര് ഷാഫി. അതിന് ശേഷമുള്ള 2 അനിയന്മാർ ഹൈദ്രു ഷാ, ഷഫീഖ്. ഇവർ 2 പേര് അതിൻ്റെ ഹർക്കത്തുകളിട്ട് അങ്ങനെ ഒരു ദിവസം 5 മണിക്കൂർ 6 മണിക്കൂർ ഇതിനു വേണ്ടി കൊടുത്തു. അങ്ങനെ മൊത്തം 111 മണിക്കൂർ ചിലവഴിച്ചു ഇത് എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഏതാ ഖുർആൻ നോക്കിയിട്ടാണ് എഴുതിയത്? ഒന്ന് വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ എഴുതിയതെന്ന് വെച്ചാൽ ഹിഫ്ള് പഠിക്കുന്ന ഖുർആൻ 15 വരെയുള്ള ഈ ഖുർആൻ നോക്കിയാണ് ഞങ്ങൾ എഴുതിയത്. ഇതേ വീട്ടിലുള്ളൂ എല്ലാവരുടെ അടുത്തും. ഇതിൽ എത്ര പേജാണ് ഉള്ളത്?
600 സംതിങ് പേജുകളാണ് ഇതിനകത്തുള്ളത്. 611 ആയിരിക്കും അല്ലേ? ഇതിൽ വേറെ എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? അതേപോലെ എന്താ പറയുക, ഈ നിങ്ങൾ എഴുതിയത് അത് ഇതിന് പോവോ? എത്രത്തോളം എത്ര അത് ഈ എന്താ പറയുക, അതിൻ്റെ മാഷുണ്ടല്ലോ, അത് വാഷയിൽ വെള്ളം തട്ടിൽ പോവുക എന്ന സാധ്യത ഉണ്ടോ? അതുകൊണ്ട് വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ അൽഹംദുലില്ലാ ഇത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഷർട്ട്, ജുബ്ബ, അതുപോലെ പാൻറ്റൊക്കെ തയ്ക്കുമ്പം അതിൻ്റെ കോളറിന് വേണ്ടി, പാൻറ്റിൻ്റെ പടിക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണിത്. ഇത് ഒരു റോളെന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് കോളർ ക്യാൻവാസ് എന്ന് പറയും കടകളിൽ. ചില സ്ഥലത്ത് ചില പേര് ക്യാൻവാസ് എന്ന് പറയും, ക്യാൻവാസ് റോളെന്നൊക്കെ പറയും. അപ്പം ഇതിൻ്റെ ഒരു റോള് 25 മീറ്റർ ഉണ്ട്, ചിലത് 20 മീറ്റർ ആയിരിക്കും. മാക്സിമം എല്ലാത്തിലും 20 മീറ്ററാണ്, ചിലത് കൂടി വരുന്നാലേ ഉള്ളൂ 20 മീറ്റർ, 22 അങ്ങനെ. ഇത് ഒരു റോള് 20 മീറ്ററാണ്. അപ്പോൾ ഇതുപോലത്തെ 7 റോൾ ഉപയോഗിച്ച് ഒരു ജുസ് എഴുതി. അങ്ങനെ 7 ഞാനും അനിയന്മാരും കൂടെ എഴുതിയതിന് ശേഷം വാപ്പായ്ക്ക് തയ്യലാണ് പരിപാടി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വാപ്പ അടുത്ത് കൊണ്ടുപോയി വാപ്പ അത് സ്റ്റിച്ച് ചെയ്ത് തന്നു. അങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പം 14 മീറ്ററോളം ഉള്ള ഒരു വലിയ റോളായി. അത് സെറ്റാക്കി വെച്ചു. അതിനുശേഷം അടുത്തത് അങ്ങനെ എല്ലാ ജുസുവും ഈ 155 റോളുകളും ഫുള്ള് സ്റ്റിച്ച് ചെയ്തത് വാപ്പയാണ്. അതിനുശേഷം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ പെർമനൻറ്റ് മാർക്കറാണ്. ഗ്രീൻ കളർ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ എഴുതി. അതിനുശേഷം റെഡ് കളർ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ച് അതിൻ്റെ ഹർക്കത്തുകൾ, അതായത് വള്ളി പുള്ളി എന്നൊക്കെ പറയും മലയാളത്തിൽ, അതിൻ്റെ ഖുർആൻ്റെ ഹർക്കത്തുകളൊക്കെ ഇട്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് എഴുതുന്നുണ്ട്, അതിൻ്റെ പുറകിൽ തന്നെ ഹർക്കത്തിടുന്നവരും ഞങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം അവരിടുള്ളൂ. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അതും അവരപ്പം തന്നെ തിരുത്തി അതിനുശേഷം ഒരു ജുസുവായിട്ട് സെറ്റ് ചെയ്യും. അപ്പോഴും വീണ്ടും ഖുർആനിടെ തുറന്ന് വെച്ചിട്ട് ഈ ഇതുപോലത്തെ 7 റോളിലായിരിക്കും ഒരു ജുസു. ആ 7 റോളിനെ ഒന്ന് നമ്പറിട്ട് വരും, കവറിൽ നമ്പറിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നാമത്തെ റോള് അത് നോക്കി അതിൻ്റെ തയ്ക്കാൻ നേരം കൊണ്ടുപോകും. വീണ്ടും അത് ആദ്യം മുതൽ നോക്കും, അടുത്ത റോൾ ആദ്യം മുതൽ നോക്കി, അങ്ങനെ 7 റോളും സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം വീണ്ടും ചെക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ 30 എണ്ണം ആയല്ലോ, 7 എണ്ണം കൂടുമ്പം ഒരു ജുസു, അങ്ങനെ 30 ജുസു ആയതിനു ശേഷം ഓരോ ജുസുവും വീണ്ടും ആദ്യം മുതൽ ഖുർആൻ എടുത്ത് വെച്ചിട്ട് 4 പേരും അൽഹംദുലില്ലാ ഹാഫിദീങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് നോക്കി. ഇതിൽ വാപ്പ ഫുള്ള് നമുക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്തു. വാപ്പയുടെ ആഗ്രഹമായിരുന്നു. പിന്നെ ഫുള്ള് എഴുതാൻ വേണ്ടി ഞങ്ങൾ എല്ലാ സമയം ചിലവഴിച്ചതിൻ്റെ പേരിൽ വാപ്പയും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാം വേറെ ആരും ഒരു ഇതൊന്നുമില്ല. വീട്ടിനകത്തുള്ള 4 മക്കളും വാപ്പയും ചേർന്നിട്ടാണ് ഇത് ഫുള്ളായിട്ട് എഴുതിയത്. ഇതിൻ്റെ എല്ലാ മുടക്കുകളും ഞങ്ങൾ തന്നെ ഏറ്റെടുത്തത്. ഇതിൽ നിങ്ങൾ ഖുർആൻ എഴുതാൻ വേണ്ടി ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടുണ്ട് പറഞ്ഞില്ല, അതിൻ്റെ കാരണം എന്താ? ഗ്രീൻ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അതായത് പെർമനൻറ്റ് മാർക്കർ ഇപ്പോൾ 4 കളറിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ്, ഗ്രീൻ. അപ്പം എല്ലാവരുടെയും വീട്ടിൽ മാത്രമേ മെഷർ ചെയ്യുള്ളൂ. അപ്പോൾ വീട്ടിൽ മെഷർ എല്ലാവരും അഭിപ്രായം ഗ്രീൻ ആയിരുന്നു. അതുപോലെ വൈറ്റിൽ എഴുതുമ്പോൾ ഇച്ചിരി എടുത്ത് കാണാൻ പറ്റുന്ന കളർ ഗ്രീനായിട്ട് തോന്നി, അതുകൊണ്ട് ഗ്രീൻ തന്നെ ചൂസ് ചെയ്തു. ഖുർആൻ മുഴുവൻ എഴുതിയ ശേഷം നിങ്ങൾ എന്താ പറയുക, ആദ്യം പത്രത്തിൽ വന്നല്ലോ, അത് കഴിഞ്ഞിട്ട് നാട്ടുകാർക്കും ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന മദ്രസ ഇല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് പ്രതികരണം എന്തായിരുന്നു? അതായത് ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയ്ക്ക് നമ്മൾ തന്നെ ഫോർവേഡ് ചെയ്യുകയായിരുന്നു ഫോട്ടോ നമ്മുടെ ഫാമിലിക്കുള്ളിൽ. അങ്ങനെ അതിനുശേഷം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഉസ്താദിൻ്റെ ഒരു കൂട്ടുകാരൻ മാധ്യമം പത്രത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പം പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ഈ ഖുർആൻ്റെ ന്യൂസ് വരുന്നത് മാധ്യമം പത്രത്തിലാണ്. അതിനുശേഷം അതിൽ വന്നതിൽ തന്നെ മദ്രസയിലും കുട്ടികളുടെ ഇടയിലും ഉസ്താദന്മാരുടെ ഇടയിലും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ മദ്രസയിൽ ഞാൻ എൻ്റെ കാര്യം പറയാം, ബാക്കി 3 പേർക്കും അവരൊരു ജോലി ചെയ്യുന്ന മേഖലകളിലും അവരവരുടെ കൂട്ടുകാരുടെ ഇടയിലും വളരെ സന്തോഷമായിരുന്നു. പിന്നെ വാപ്പയുടെ കൂട്ടുകാർ, വാപ്പ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നാട്ടുകാരായിട്ട് വാപ്പായെ പത്രത്തിൽ കണ്ടു, വാപ്പായ മക്കളെയും കണ്ടു. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും. ആ ഒരു പത്രത്തിൽ വന്നതിന് ശേഷം 9 പത്രക്കാർ അവരിങ്ങോട്ട് വന്ന് ന്യൂസ് ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോയി. പിന്നെ അതിനുശേഷം 7 ചാനലുകാരും വന്ന്, മാധ്യമം, മനോരമ, അതുപോലത്തെ 24, അങ്ങനെ 7 ചാനലുകാരും വന്ന് അവരും ന്യൂസ് എടുത്ത് അവർ 2 ആഴ്ച മൊത്തം ഇതിൻ്റെ ഫുൾ വിഷ്വൽസ് എല്ലാവരും ഇട്ടായിരുന്നു, ഓരോ ചാനലുകാരായിട്ട്. അപ്പോഴെല്ലാം നാട്ടിൽ നിന്ന് ബന്ധുക്കൾ, റിലേറ്റീവ് എല്ലാവരും അവരും വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെ പറ്റി, എങ്ങനെ എഴുതി. ബന്ധുക്കൾ, പിന്നെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും പൊതുവേ സന്തോഷം. അവരെങ്ങനെ നിങ്ങൾ എഴുതിയെന്ന് ചോദിക്കുന്നത്. ഞങ്ങൾ എഴുതാൻ മെയിനായിട്ട് കാരണം സാധാരണ വീട്ടിൽ 4 മക്കളും ഉണ്ടാവാറില്ല, വാപ്പ അമ്മ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ 4 പേരും ഈ ഒരു 10 വർഷമായിട്ട് മദ്രസകളിലാണ് 4 സ്ഥലത്ത്
രണ്ടുപേരും ഒരു സ്ഥലത്ത്. അങ്ങനെ വീടിന് ദൂരെ, കായംകുളത്ത് ആരുമില്ല. പിന്നെ കായംകുളത്തുണ്ടാകുന്ന പറഞ്ഞാൽ റമദാനിൽ 30 ദിവസം അവധി ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വലിയ പെരുന്നാളിന്. ആ ഒരു 2 അവധി സമയത്തെ വീട്ടിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം മാർച്ചിൻ്റെ പകുതിയോടുകൂടി വീട്ടിൽ തന്നെയാണ്. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസവും വീട്ടിൽ തന്നെ ഇരുന്നു. ഒന്നും ഇതിനെക്കുറിച്ച് ചർച്ച വന്നില്ല. പിന്നെ ജൂൺ 8-ാം തീയതി നമ്മൾ ഇത് എഴുതാൻ വേണ്ടി തുടങ്ങി. 4 പേരും വീട്ടിലുണ്ടായിരുന്നു. അതാണ് മെയിൻ കാരണം എഴുതാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തീരൂല. അങ്ങനെ 4 പേരും ഒരു സമയത്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു ലോക്ക്ഡൗണിൽ തന്നെ എഴുതി തീർക്കാനും സാധിച്ചു. അതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, നാട്ടുകാരായ വീട്ടുകാർക്ക് എല്ലാവർക്കും. ഈ ഖുർആൻ വേൾഡ് റെക്കോർഡിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമം ഇല്ലെങ്കിൽ അതിൻ്റെ സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രമിച്ചു നോക്കിയോ? ഈ ഖുർആൻ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ലക്ഷ്യമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഒരു വഴിയിലേക്ക് പോയിട്ടില്ല. വേൾഡ് റെക്കോർഡ് ആക്കണം, അല്ലെങ്കിൽ ഇത്ര റെക്കോർഡ് ഗിന്നസ് റെക്കോർഡിൽ കയറ്റണം എന്നുള്ള ഒരു ഇതിൽ പോയിട്ടില്ല. പിന്നെ നമ്മുടെ ഫീൽഡിൽ ഒരു എഴുതണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു. ആ ഒരു ഇതിൽ എഴുതി. വാപ്പാടെ പഴയ ഒരു സുഹൃത്ത് ഈ ഒരു ആശയം മുൻവെച്ച് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ റെക്കോർഡിന് കൊടുക്കാനുള്ള അഭിപ്രായം. അതുമായിട്ട് അപ്പോൾ ഒരു ചർച്ച നടത്തിയത്. അങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ വാപ്പാടായി ഇതിനു മുമ്പ് ബന്ധമുള്ളൊരു പുള്ളി, ഗിന്നസുമായി ബന്ധമുള്ളൊരു സുഹൃത്തുണ്ട് വാപ്പാടെ. ആ സുഹൃത്ത് പറഞ്ഞ് നമ്മൾ ഒരു ചെയ്ത് കഴിഞ്ഞ കാര്യത്തിന് ഗിന്നസ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഗിന്നസ് റെക്കോർഡ് വേണമെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിന് മുമ്പായി അവരെ അറിയിച്ച് അവരുടെ ഒരു ഇൻഫർമേഷനോട് കൂടി അവരുടെ ഒരു പാർവയോട് കൂടിയേ അത് ചെയ്താൽ മാത്രമേ ഗിന്നസിൽ കയറിയുള്ളൂ എന്നുള്ളൊരു കാര്യം അവർ സൂചിപ്പിച്ചായിരുന്നു. ഞങ്ങൾ ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നില്ല. കാരണം നമ്മൾ ആ ലക്ഷ്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അവരോട് അറിയാൻ ശ്രമിച്ചില്ല. ശേഷം ഇങ്ങനൊരു സംസാരം വന്നപ്പം ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ എഴുതിയ ഖുർആൻ ഉണ്ടല്ലോ, ഇത് പ്രദർശിക്കാൻ വേണ്ടി ഏതെങ്കിലും എക്സിബിഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈബ്രറിയിലോ മ്യൂസിയത്തിലോ ഇടാനുള്ള എന്തെങ്കിലും താല്പര്യമോ? ഖുർആൻ എഴുതി പൂർത്തിയാക്കിയതിന് ശേഷം ഉസ്താദന്മാരും ഒരുപാട് പേര് കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇത് കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരുപാട് പേര് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ പ്രചരിപ്പിച്ച് വന്നായിരുന്നു കാണണമെന്ന്. പക്ഷേ എഴുതി തീർന്ന സമയം കോവിഡിൻ്റെ സമയവും ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് അത്യാവശ്യമുള്ള കാലമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് തന്നെ നല്ലപോലെ കാണിക്കാനും ഇതുപോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ ആഗ്രഹം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളറിയാവുന്ന ഒരുപാട് പേര്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് എക്സിബിഷനോ അല്ലെ എല്ലാവരെയും കാണിക്കാനുള്ള ഒരു സെറ്റപ്പോ ഉണ്ടാക്കാൻ പറ്റിയില്ല. ആ ലോക്ക്ഡൗൺ ആ കാലമായുണ്ട്. പിന്നെ നമുക്കിത് വേറെ എങ്ങോട്ടും കൊടുക്കാനുള്ള ഉദ്ദേശമില്ല. പിന്നെ ഇത് എഴുതിയതിനു ശേഷം വാപ്പാക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ മദീനയിലുള്ള ഈ ഖുർആൻ തയ്യാറാക്കുന്ന സ്ഥലമാണ്, മദീന ഖുർആൻ കോംപ്ലക്സ് ഉണ്ട്, അവിടേക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ് വാപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനി ഭാവിയിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾ ടാർഗറ്റ് ഉണ്ടോ? ഇൻഷാ അല്ലാഹ് ഇപ്പം ഈ ഖുർആൻ തന്നെ നമ്മൾ ഈ മദീന യൂണിവേഴ്സിറ്റിയിൽ ആ ഇതിലുണ്ടല്ലോ, അതേ പ്രിൻറ്റിങ്ങിൽ അതേ റസ്മുൽ ഖത്ത് അതേ എഴുത്തിൽ എഴുതാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അതായത് ഒരു ചെറിയ ഇതുപോലും ഇത് വരാതെ അതിലേത് രീതിയിലാണ് എഴുതിയേക്കുന്നത് അതേ മോഡലിൽ എഴുതാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ ഖുർആൻ്റെ തന്നെ മലയാള പരിഭാഷ അതും എഴുതാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ഫാമിലി മെമ്പർ ആരൊക്കെ ഉണ്ട്? അതുപോലെ നിങ്ങൾ ഒറിജിനൽ മലയാളിയാണോ? അതേകൂട്ടി ഒന്ന് വ്യക്തമായിട്ട്. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിൽ ചെറിയൊരു ഗ്രാമത്താണ് നമ്മുടെ പൂർവികം. വാപ്പാടെ വാപ്പ ചെറുപ്പത്തിൽ ചെറിയ വയസ്സിൽ തന്നെ കേരളത്തിൽ ഈ പായുണ്ടല്ലോ, പള്ളികളിലൊക്കെ വിരിക്കുന്ന ഈ പഴയ കാലത്തെ മറ്റേ ഇരുമ്പിൻ്റെ പെട്ടി, ആ ഒരു കച്ചവടമായിട്ട് ചെറുപ്പത്തിൽ ഇവിടെ വന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവിടെ സെറ്റിലായതാണ്. ശേഷം അവർ എല്ലാം നിൽക്കാൻ കഴിച്ചേക്കുന്നത്, കല്യാണം കഴിച്ചേക്കുന്നത് എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണ്. എല്ലാവരും അവിടെ നിന്ന് കെട്ടിയേക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കെട്ടി ഇവിടെ വന്ന് ഇവിടെയാണ്. പിന്നെ അപ്പം മുതൽ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയതാണ്. ഏകദേശം ഒരു 60 വർഷത്തിന് മേളിലായി നമ്മൾ കേരളത്തിൽ വന്നിട്ട് സെറ്റിലായിട്ട്. വന്ന് കായംകുളത്ത് തന്നെയാണ് സെറ്റിൽ. അപ്പം ഇവിടുത്തെ എല്ലാവർക്കും വാപ്പാടെ കൂടെ 9 പേരുണ്ട്. വാപ്പാടെ കൂടെ ജനിച്ച 9 പേര്. അപ്പം എല്ലാവർക്കും ഇവിടെ തന്നെയാണ് വീടും കാര്യങ്ങൾ ജോലി എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നത് മാത്രം അവിടെ നിന്നുള്ള റിലേറ്റീവിലാണ് അവിടെ നിന്ന് കല്യാണം കഴിക്കുക. പിന്നെ ഞങ്ങൾ 4 മക്കളാണ് വാപ്പാക്ക്. ഞങ്ങൾ 4 ആമക്കളാണ്. പെൺമക്കൾ ആരുമില്ല, 4 ആമക്കൾ. അപ്പം ഇത് മൂത്ത ജ്യേഷ്ഠൻ, ഞാൻ രണ്ടാമൻ, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അപ്പം വാപ്പയുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ ഒരു ആഗ്രഹവും കാരണം ഞങ്ങൾ 4 പേരും ഈ ഒരു ഖുർആൻ്റെ ഒരു ഫീൽഡിലാണ് പഠിക്കാൻ പോയത്. സ്കൂളിലെ പഠനമുണ്ട്, എല്ലാവരും 10ാം ക്ലാസ് വരെയും
പിന്നെ ഞാൻ +2 അതിൽ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അസൽ പഠനം അവിടുത്തെ പഠനമായതുകൊണ്ട് ആഖിറത്തിലുള്ള പഠനവും ഖുർആൻ പഠനത്തിന് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലായിട്ട് 4 പേരും ആ ഒരു ഇതിലാണ് പോയത്. വീട്ടിൽ ഉമ്മ ഉണ്ട്, എല്ലാവരും തമിഴ്നാട്ടുകാരാണ്. പക്ഷെ എല്ലാവർക്കും മലയാളം എഴുതാൻ വായിക്കാൻ എല്ലാം അറിയാം. കാരണം സ്കൂളിൽ പഠിച്ചതെല്ലാം കേരളത്തിലാണ്. ജനിച്ചത് പകുതി പേര് ഇവിടെ ജനിച്ചിട്ടുണ്ട്, ചിലർ അവിടെ ജനിച്ചത്, ബാക്കി എല്ലാം ഇവിടെ തന്നെയാണ്. സ്ഥിരം ഇവിടെ തന്നെയാണ്, ഇവിടുത്തെ സ്ഥിര താമസക്കാരാണ് ഫുള്ള്. നമ്മളെല്ലാം ID പ്രൂഫും എല്ലാം ഇവിടുത്തേതാണ്. പഠിച്ചതെല്ലാം കേരളത്തിൽ തന്നെയാണ്. പക്ഷെ തമിഴ് ഏത് രീതി തമിഴ് അറിയാമോ അതേ ഒരു രീതിയിൽ തന്നെ മലയാളവും എഴുതാൻ വായിക്കാൻ എല്ലാം. കാരണം മദർ ടങ് തമിഴായതുകൊണ്ട് നമ്മൾ അതും നല്ലപോലെ അറിയാം, പിന്നെ ഇതും നല്ലപോലെ അറിയാം. എഴുതാൻ തുടങ്ങിയല്ലോ, തുടക്കം മുതൽ അവസാനം വരെ എത്ര പൈസ അതിന് ചിലവായി? അതിൻ്റെ ഷോർട്സൊക്കെ എന്തായിരുന്നു? ഏകദേശം നമുക്കിതിൻ്റെ ഫുൾ എഴുതാൻ തുടങ്ങിയത് മുതൽ അവസാനം വരെ എല്ലാ ചിലവും ഏകദേശം ഒരു 20,000 രൂപ വരെ ചിലവായി. ഇതിപ്പം തുടക്കത്തിൽ നമ്മൾ ആ ഒരു റോള് ഇവിടെ നാട്ടിലാണ് മേടിച്ചത്. ഒരു റോളിന് 70 രൂപ വില വരും ഒരു റോള്. അതുപോലത്തെ 155 റോളാണ് മേടിച്ചേക്കുന്നത്. ആദ്യം ഒരു 5 റോള് നമ്മൾ നാട്ടിൽ തന്നെ എഴുതി തുടങ്ങിയപ്പോൾ ഇവിടെ നിന്നാണ് മേടിച്ചത്. ഇവിടെ ഇച്ചിരി വില ഇതായപ്പോൾ നമ്മുടെ അപ്പോഴത്തെ ഒരു സാഹചര്യം എല്ലാവർക്കും മനസ്സിലാവും. ലോക്ക്ഡൗണിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇച്ചിരി ഫിനാൻഷ്യലായിട്ട് ഡൗൺ ആയിട്ട് നമ്മൾ ഹോൾസെയിൽ കട എറണാകുളത്ത് അന്വേഷിച്ചപ്പം അവിടെ ഹോൾസെയിൽ കടയിൽ ഇതിനൊക്കെ കുറച്ചുകൂടെ ലാഭത്തിൽ 65 രൂപ വെച്ച് കിട്ടിയപ്പം നമ്മൾ അവിടുന്ന് മൊത്തത്തിലെടുത്ത് എഴുതാൻ തുടങ്ങി. എഴുതാൻ ഉപയോഗിക്കുന്ന മാർക്കർ പച്ച കളർ പെർമനൻറ്റ് മാർക്കറാണ്. നല്ല കട്ടിയുള്ള വലിയ ഇതുള്ള മോനുള്ള മാർക്കർ ഉപയോഗിച്ചത്. അത് ആദ്യം ഒരു ബോക്സ് മാർക്കർ മേടിച്ച് പിന്നെ മാർക്കറായിട്ട് മേടിക്കാതെ അതിലൊഴിക്കാനുള്ള മഷി മാത്രമായിട്ട് മേടിച്ച് അത് ഫില്ല് ചെയ്ത് അങ്ങനെ എഴുതിയത്. ഹർക്കത്തിലിടാനുള്ള റെഡ് മാർക്കർ മാത്രം ഏകദേശം ഒരു 110ഓളം മാർക്കർ മേടിച്ചിട്ടുണ്ട്. അത് ബോക്സായിട്ടാണ് മേടിച്ചത്, അത് ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് ഒരു 110 പേന അത് മാത്രമായിട്ട് മാർക്കർ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ചിലവുകളുണ്ടായിരുന്നു. പിന്നെ അത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ആ ബോക്സ്, അതിന് താഴെ അത് നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഏകദേശം ഒരു നല്ല വെയിറ്റുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ എവിടെയും പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ അത്ര ഇതല്ല. അതുകൊണ്ട് നമുക്ക് വീല് വെച്ചിട്ടുണ്ട് ഉരുട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. ആ സെറ്റപ്പും അതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിൽ 20,000-ഓളം ചിലവായി. ഖുർആൻ ഇസ്ലാമിന് സേവനം ചെയ്യണം. അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് തൗഫീഖ് തരട്ടെ എന്ന പ്രാർത്ഥന. അത് അള്ളാഹു സ്വീകരിക്കണം ചെയ്യണം എന്ന കൂടി നമുക്ക് മനസ്സ് വേണം, നിയത്ത് വേണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം വേണം, ശ്രമിക്കണം വേണം. നിങ്ങൾ എനിക്ക് ദർശനಕ್ಕೆ വേണ്ടി ടൈം തന്നതിനും നന്ദിയുണ്ട്. ശുക്രാൻ, ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ കൈയെഴുത്തു പ്രതികൾ തയ്യാറാക്കുന്ന വ്യക്തികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നന്മ നിറഞ്ഞ ജീവിതാഭിലാഷമാണ് ഇതിലൂടെ ഓരോരുത്തരും ലക്ഷ്യം വയ്ക്കുന്നത്. ലോകത്തിലെ തന്നെ നീളം കൂടിയ അല്ലെങ്കിൽ ചെറിയ അതല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രതലങ്ങളിൽ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വിശുദ്ധ ഖുർആൻ കൈയെഴുത്തു പ്രതികളിലൂടെ ശ്രദ്ധേയമാകുക എന്നത് പ്രോത്സാഹിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ മറ്റ് ഏതൊരു വ്യത്യസ്തമായ കാര്യങ്ങളെപ്പോലെ കൈകാര്യം ചെയ്യേണ്ടതല്ല വിശുദ്ധ ഖുർആൻ എന്നത് പലരും മറക്കുന്നുണ്ടെന്ന് പല വിശുദ്ധ ഖുർആൻ കൈയെഴുത്തു പ്രതികളും കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. വളരെ ചെറിയ ഒരു അക്ഷരത്തെറ്റ് പോലും വളരെ ഗൗരവമുള്ള അർത്ഥവ്യത്യാസങ്ങൾക്ക് കാരണമാകും എന്നത് വിസ്മയിച്ചുകൊണ്ടാണ് കൈയെഴുത്തു പ്രതികൾ തയ്യാറാക്കുന്ന ഏറെ പേരും മുന്നോട്ടു പോകുന്നത്. പരിശുദ്ധ ഖുർആൻ കോപ്പികൾ എല്ലാം തന്നെ മദീന ഖുർആൻ പ്രിന്റ് പ്രസ്സിൽ നിന്നും പ്രിന്റ് ചെയ്തതാണെന്ന ധാരണയിലാണ് പലരും എല്ലാ വിശുദ്ധ ഖുർആൻ കോപ്പികളെയും കാണുന്നത്. എന്നാൽ ഇത് ശരിയല്ല. ഇന്ത്യയിൽ തന്നെ വിവിധ പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ ലഭ്യമാണ്. വിശുദ്ധ ഖുർആൻ കൈയെഴുത്തു പ്രതി തയ്യാറാക്കുന്ന വ്യക്തികൾ ഏറ്റവും ആധികാരികമായ വിശുദ്ധ ഖുർആൻ പ്രിന്റ് തന്നെയാണ് അവലംബമാക്കേണ്ടത്. അല്ലാത്ത പക്ഷം ധാരാളം തെറ്റുകൾക്ക് അത് കാരണമാകും. ഖുർആനിൻ്റെ വിവിധ റിവായത്തുകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ് പാലക്കാട് ജില്ലയിലെ കൊള്ളനൂരുകാരനായ സൈനുദ്ദീൻ. എഴുത്തിലും പാരായണത്തിലുമുള്ള മുസ്ഹഫുകളുടെ വൈവിധ്യങ്ങളും സവിശേഷതകളും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. ഇതിനായി വിവിധ തരത്തിലുള്ള എഴുത്തുരീതികളുള്ള ഖുർആൻ ശേഖരിക്കുകയും അതിനെക്കുറിച്ച്
പാരായണം നടത്തുന്നുമുണ്ട് സൈനുദ്ദീൻ. വിശുദ്ധ ഖുറാൻ കൈയെഴുത്തു പ്രതി തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ വിശുദ്ധ ഖുറാനിലെ ലിപി വ്യത്യാസങ്ങളെക്കുറിച്ചും ലിപി വൈവിധ്യങ്ങളെക്കുറിച്ചും അടിസ്ഥാന വിവരങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഖുറാൻ ഗവേഷകനായ മുഹമ്മദ് ഇഖ്ബാൽ ഉണർത്തുന്നത്.